നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും 1000 നന്ദി നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ വെമ്പായം. സുദർശന ഹോമത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സുദർശന പൂജയുണ്ട്, ഹോമമുണ്ട്. പൂക്കളൊക്കെ ഇട്ട് പത്മം വരച്ച് പൂജകളൊക്കെ ചെയ്ത് വിഷ്ണു സഹസ്രനാമങ്ങളൊക്കെ അർച്ചന നടത്തി ദേവന്മാരെയൊക്കെ ഭജിച്ചു. വിഷ്ണുവിന്റെ ദശാവതാര ഭാവങ്ങൾ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി ഇങ്ങനെയുള്ള ദശാവതാര മൂർത്തികളെ പൂജിച്ചു. നമുക്ക് എല്ലാ തരത്തിലുള്ള വിനകളും ദോഷങ്ങളും മാറണമെന്ന് സങ്കല്പിച്ച് ആ പൂജകളൊക്കെ ചെയ്യുന്നതാണ് ഈ വിഷ്ണു പൂജയിലും സുദർശന പൂജയിലും ഉള്ളത്. അതിൽ ഒരുപാട് അംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു യന്ത്രം നമ്മൾ വരയ്ക്കുമ്പോൾ ആ യന്ത്രത്തിന് പലതും ഉണ്ട്. നമ്മളെ കൈ കെട്ടുന്ന യന്ത്രമായിരുന്നാലും ശരി, പൂജ ചെയ്യുമ്പോൾ ഇടുന്ന യന്ത്രങ്ങളായിരുന്നാലും ശരി, അതിനൊക്കെ ചില ദൈവീകതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു യന്ത്രത്തിന് ജീവപ്രാണഞ്ച ശക്തിഞ്ച നേത്രശ്രോത്രാധികം തഥാ മന്ത്ര യന്ത്രഭുജ ഗായത്രി പ്രാണസ്ഥാപന ഏവജ ഭൂത ദിക്പാല ബീജാനി യന്ത്രസംഖ്യാനി വൈദശ. അങ്ങനെ 10 ഭാഗങ്ങൾ ഈ യന്ത്രത്തിനുണ്ട്. ജീവൻ, പ്രാണൻ, ശക്തി, നേത്രം, ശ്രോത്രം, മന്ത്രഗായത്രി, യന്ത്രഗായത്രി, അതേപോലെ അഷ്ടദിക്പാലന്മാര്, പഞ്ചഭൂതങ്ങൾ എല്ലാം നമുക്കതിന് ബന്ധപ്പെട്ടതാണ്. അങ്ങനെ എല്ലാ ചൈതന്യങ്ങളും ഉള്ള ഒരു സാധനമാണ് യന്ത്രം. നമ്മളിപ്പോ ഒരു തകിടും കൂടും എഴുതി കെട്ടിയ ആ യന്ത്രം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാ എന്ന് പലവരും ചോദിക്കും. യന്ത്രം കൊണ്ട് എന്തൊരു ഗുണം? ഒരു ഗുണവും ഇല്ല എന്ന് ആളുകൾ വിചാരിക്കും. പക്ഷേ വേദങ്ങളുടെ കാലത്തെ നമ്മള് തകിട് പൂജിച്ച് അത് ജീവനും പ്രാണനും നേത്രവും സ്തോത്രവും മന്ത്രഗായത്രി ഇതൊക്കെ ലയിപ്പിച്ച് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് അതിലേക്ക് ചക്രം വരച്ച് ആ സുദർശന മന്ത്രം, അല്ലെങ്കിൽ നരസിംഹ മന്ത്രം, സന്താനഗോപാലമൂർത്തി മന്ത്രം, ഇങ്ങനെ വിവിധ ഉദ്ദേശങ്ങൾ ലക്ഷ്യമാക്കി മന്ത്രങ്ങൾ അതിലെഴുതും. ഇപ്പൊ ശുക്ലാം പലതരം വിഷ്ണു ശശി വർണ്ണം ചതുർഭുജം പ്രസന്ന വദനം യായി സർവ വിഘ്നോപശാന്തി എന്ന് പറയുമ്പോൾ നമുക്ക് ഞാൻ ഈ മന്ത്രം പറഞ്ഞപ്പോൾ തന്നെ ചതുർഭുജത്തോടു കൂടിയും പ്രസന്ന വദനത്തോടു കൂടിയും സർവദോഷത്തെയും മാറ്റുന്ന മഹാവിഷ്ണുവിനെ വരച്ച് കാണിച്ചു തരുന്നത് പോലെ മനസ്സിൽ പ്രകാശിച്ചു നമ്മളെ മനസ്സിൽ പകർന്ന് കണ്ടു. അതേപോലെയാണ് മന്ത്രങ്ങൾ. ഇത് ജപിച്ച് റെഡിയാക്കി ശരിയാക്കണം. അപ്പൊ ഒരു തകിടാണ് നമ്മൾ പൂജിച്ചത്. ഈ തകിട് പൂജിച്ച് കെട്ടിയ ഒരു ഗുണമില്ലെന്നാണ് മിക്ക ആൾക്കാരും ഇപ്പോഴും വിചാരിക്കുന്നത്. ആധുനികന്മാരാണെങ്കിലും പൗരാണിക ശാസ്ത്രങ്ങളെ കുറിച്ച് പാണ്ഡിത്യമില്ലാത്തവരാണ് ആധുനിക ശാസ്ത്രജ്ഞന്മാർ. അപ്പൊ പണ്ട് നമ്മൾ ഈ തകിടും കൂടൊക്കെ എഴുതി തകിടും കൂട്ടിനകത്ത് റെഡിയാക്കി ജപിച്ച് കെട്ടി കൊടുക്കും. അപ്പൊ അതെല്ലാം നമുക്ക് നല്ലത് വരുമെന്ന് വിശ്വസിക്കുന്നു. അതിന്റെ ഒരു പുതിയ വർഷനാണ്, അല്ലെങ്കിൽ പുതിയ പതിപ്പാണ് നമ്മളെ സിം കാർഡ്. നമ്മളെ മൊബൈലിനകത്ത് ഒരു കാർഡാണുള്ളത്, മൈക്രോ ചിപ്പ്. അത് ലോകത്ത് നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും മെസ്സേജ് അയച്ചാൽ കിട്ടും. നമുക്ക് വീഡിയോ കാള് വഴി സംസാരിക്കാം, എല്ലാം കാണാം. അങ്ങനെ നമുക്കിപ്പം ശരിക്കും പറഞ്ഞ സിമ്മില്ലാത്ത ഈ സിം വരുന്ന ഫോണുകളുണ്ട്. അതിലും അതിനകത്തൊരു മൈക്രോ ചിപ്പ് ഫിറ്റ് ചെയ്തിരിക്കും. അതിൽ ആക്ടിവേറ്റ് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഒരു തകിടിന് ശബ്ദതരംഗങ്ങളെയും ചിത്രതരംഗങ്ങളെയും ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് കണ്ടുപിടിച്ച ലോകത്തിലെ ആദ്യത്തെ ശാസ്ത്രം മന്ത്രശാസ്ത്രമാണ്. അപ്പൊ അതേപോലെ നമുക്ക് മനനാത്രായത ഇതി മന്ത്ര, മനസ്സുകൊണ്ട് ഗ്രഹിപ്പിക്കുന്ന സാധനമാണ് മന്ത്രം. നമ്മളെ മനസ്സെവിടെ ഇരിക്കുന്നത് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. ക്രോധ സാദൃശ ശോകാദി വേഗജാതാസ്തു മാനസാഹ, മനുഷ്യന്റെ സ്നേഹം, സന്തോഷം, വൈരാഗ്യം, അഹങ്കാരം, ഇഷ്ടം എല്ലാം ഇരിക്കണമെങ്കിൽ മനസ്സിലാകും. ഒരു കിഡ്നി മാറ്റി വയ്ക്കാൻ പറ്റും, കരൾ മാറ്റി വയ്ക്കാൻ പറ്റും, മനസ്സ് മാറ്റി വയ്ക്കാൻ പറ്റൂല. 1 കോടി രൂപ കൊടുത്താലും പറ്റൂല മനസ്സ് മാറ്റം. അപ്പൊ ലോകത്ത് വെച്ച് ഏറ്റവും വലിയ സുഖമാണ് മനസ്സ്. ഈ മനസ്സുകൊണ്ടാണ് ഈ മന്ത്രവാദ ക്രിയാദികള്, പൂജകള്, സങ്കല്പങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മളെ മരിച്ചുപോയ അച്ഛനെയും അപ്പൂപ്പനെയൊക്കെ ഒന്ന് കാണണമെങ്കിൽ സൂപ്പർ സോണിക് അല്ല, ഒരു ഹൈപ്പർസോണിക് വിമാനം പോയി കാണാൻ പറ്റൂല, നമ്മളെ മനസ്സിൽ കാണാൻ പറ്റും. ലോകത്ത് വെച്ച് ഏറ്റവും വലിയ സുഖം മനസ്സുണ്ട്. രണ്ടാമത് ശരീരം. നമ്മൾ സുദർശന പൂജ നടത്തി വിഷ്ണുവിന്റെ അംശാവതാരങ്ങളെ പൂജ ഏത് കാര്യമാണോ ചെയ്യുന്നത്. ഇപ്പൊ സന്താനത്തിനാണെങ്കിൽ സന്താന ഗോപാലമൂർത്തി പൂജ, ദേവകി സുധ ഗോവിന്ദ വാസുദേവ ജഗത്പദേ ദേഹിമേ തനേം കൃഷ്ണാത്വം മകം ശരണം ഗത. നരസിംഹമൂർത്തി ആണെങ്കിൽ ഉഗ്രം വീരം മഹാവിഷ്ണു ജലന്ധരം സർവതോന്മുഖം നൃസിംഹം വിഷ്ണുണം ഭദ്രം മൃതം നമാമി.
സുദർശന മന്ത്രവും ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ പരായ പരപുരുഷായ പരമാത്മനെ പരകർമ്മ മന്ത്ര യന്ത്ര ഔഷധ അസ്ത്രശസ്ത്രാണി സമ്മര സമ്മര മുഖ്യോ മോദയ മോദ്യ. ഓം നമോ ഭഗവതേ മഹാസുദർശനാദിത്യജോലാപരിതായ സർവദിക്ഷോഭനകരായ പരബ്രഹ്മണെ മഹാജ്യോതിഷേ കുംഭ സ്വാഹ. അങ്ങനെ മന്ത്രങ്ങൾ പല രീതിയിലുണ്ട് കേട്ടോ. അല്ലെങ്കിൽ സുദർശനം ഉഗ്രന അതേപോലെ മാലാമന്ത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ മന്ത്രങ്ങളില് പല പാരമ്പര്യ അടിസ്ഥാനത്തിലും വ്യത്യസ്തതകളുണ്ട്. ഇതിന് പല വ്യത്യാസങ്ങൾ, പല വെർഷനുകളൊക്കെ മന്ത്രശാസ്ത്രത്തിൽ പറയുന്നു. അത് ഓരോ ഗുരുക്കന്മാരുടെ അടുത്ത് നിന്ന് പഠിക്കുന്ന പാരമ്പര്യം അനുസരിച്ച്. ഞാൻ പറഞ്ഞതുപോലെ അല്ലല്ലോ വേറൊരാൾ പറയണത്, അതല്ലല്ലോ മറ്റൊരാൾ പറയണത്, അത് എല്ലാത്തിനും വ്യത്യസ്തമാണ്. നമ്മളൊരു സമുദായക്കാര് കല്യാണം കഴിക്കുന്നത് പോലെയല്ല മറ്റു സമുദായക്കാരുടെ കല്യാണം. ബ്രാഹ്മണരുടെ കല്യാണവും നായരുടെ കല്യാണവും ഈഴവന്റെ കല്യാണവും ഒക്കെ വ്യത്യസ്തമാണ്. ചെട്ടിയാരുടെ കല്യാണവും വ്യത്യസ്തമാണ്. അതിലൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാലദേശ കുലാചാരം, കാലം ദേശം കുലം ആചാരമൊക്കെ ഉണ്ട്. ആ രീതി അനുസരിച്ച് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്യൂ. എല്ലാവരും ഒരേപോലെ കല്യാണ നിയമം പാലിക്കണം എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. അതൊന്നും നടപ്പുള്ള കാര്യമല്ല. അവരവരുടെ കുലാചാരം അനുസരിച്ച് വേണം ദേവനെയും മന്ത്രതന്ത്രാദികളും പൂജകളും വിവാഹാദി ബന്ധങ്ങളൊക്കെ നടത്താൻ. അതൊക്കെ അവരുടെ കാലദേശ കുലാചാരങ്ങളാണ്. അതിൽ നമുക്ക് പ്രാധാന്യം കൽപ്പിക്കും. സുദർശന പൂജ നടത്തിയ ദേവശാപം, ബ്രാഹ്മണ ശാപം, സർപ്പശാപം, പിതൃശാപം എല്ലാ ദോഷങ്ങളും മാറ്റാൻ നമുക്ക് പറ്റും. ദേവശാപം വരുന്നത് എങ്ങനെ? ആൾത്തറയും അമ്പലവും ഒക്കെ ഉണ്ടായിരുന്നവര് പൂജയൊക്കെ കളഞ്ഞ് ദേവന്മാരെ ഉപേക്ഷിച്ച് നാട് വിട്ട് വീട് വിട്ട് രാജ്യം വിട്ട് മതം വിട്ടൊക്കെ പോകും. അങ്ങനെ വരുമ്പോൾ ദേവന്മാരുടെ അനുഗ്രഹക്കുറവ് കൊണ്ട് ആ കുടുംബം നശിച്ചു. എല്ലാവരും നശിച്ചു ഊപ്പാട് വരുമ്പോഴാണ് നല്ല വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, കഴിവുണ്ട്, അറിവുണ്ട്, പക്ഷെ ദുരിതം ഒഴിയണില്ല, ആപത്തൊഴിയില്ല, അപകടം ഒഴിയണില്ല, കട ഒഴിയണില്ല, നശിച്ച് അങ്ങ് പോകുമ്പോഴാണ് എന്ത് കാരണം എന്നുള്ളതിനെ കുറിച്ച് അറിയാൻ പറ്റും. അവസാന നിമിഷം എല്ലാം തീരുമ്പോൾ ജോത്സ്യന്റെ അടുത്ത് വരുമ്പോൾ ജോത്സ്യൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചിലവർ ചെയ്ത് രക്ഷപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദോഷം വന്നിട്ടല്ല ഈ കാര്യങ്ങൾ നോക്കാനുള്ളത്. ദോഷം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നോക്കണം. ഈ ആശുപത്രിയിലൊക്കെ ബോർഡ് വെച്ചിട്ട് രോഗം വന്ന് പരിഹരിക്കുന്നതിനേക്കാളും എന്നുവെച്ചാൽ രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് രോഗം വന്നിട്ട് നമ്മൾ പോയി ചികിത്സിക്കുന്നതിനേക്കാളും രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. അതേപോലെ ജാതകങ്ങളിലൊക്കെ വിശ്വാസമുള്ളവർ ഈ പറയുന്ന പരിഹാരങ്ങളൊക്കെ ചെയ്ത് കുടുംബദേവന്മാരെയൊക്കെ പഠിക്കും നല്ലതായിട്ട് വരും. അങ്ങനെ ഈ ദേവശാപം, ദേവന്മാരുടെ കുഴപ്പങ്ങൾ, ആൾത്തറകളൊക്കെ ഇല്ലാതാക്കി കളയണം മാത്രമല്ല, ഒരു വസ്തു വാങ്ങിച്ച് അത് പണ്ട് കാവ കൊള്ളോ ദൈവങ്ങളൊക്കെ ഉള്ള വസ്തുവാന്ന് നമുക്ക് അറിയാൻ പറ്റൂല. നല്ല വസ്തു ആയതൊന്നും വാങ്ങിച്ചു, പക്ഷെ അവിടെ കിടക്കാൻ പറ്റൂല. ഇതേപോലെ ആപത്ത് സർപ്പദോഷം ഉണ്ടെങ്കിൽ പാമ്പഴി ഇങ്ങനെ കഴിയും. വീഴ്ച, ഒടിവ്, അപകടം, കടം, ശത്രുക്കള്, ഇങ്ങനെയൊക്കെയുള്ള ദുരിതങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ദേവശാപം, ബ്രാഹ്മണ ശാപം, പിതൃശാപം. പിതൃക്കളൊക്കെ നമ്മൾ അച്ഛനപ്പന്മാര് ആത്മാവിന് ഗതിയില്ലെങ്കിൽ അവർക്ക് ദുരിതങ്ങളും ബാധിക്കുന്നതാണ്. ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാര് തന്നെ മക്കളെ ഉപദ്രവിക്കും, കൊല്ലി, അടിക്കുകയൊക്കെ ചെയ്യുന്നില്ലേ? അത് അപൂർവം ചില ആൾക്കാരേ ഉള്ളൂ. അതേപോലെ അപൂർവം ചില പിതൃക്കള് ആ ദോഷങ്ങള് ചെയ്യുന്ന പതിവുമുണ്ട്. ചിലവര് ചെയ്യൂലെന്നൊന്നും പറയാൻ പറ്റും. ജീവിച്ചിരിക്കുന്ന ആൾക്കാർ എത്രയോ പേര് കുടുംബത്തില് എന്തെല്ലാം ദുഷ്ടത്തരങ്ങൾ ചെയ്യുന്നത് അതൊക്കെ ഉണ്ട്. നമുക്ക് കണ്ണി കാണാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ, അറിയാന്നുള്ള കാര്യങ്ങളല്ലേ, അതൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുടുംബത്തില് ദുഷ്ടന്മാരുണ്ടാകാതിരിക്കാൻ, സ്നേഹമുള്ള അച്ഛനും അമ്മയും സഹോദരങ്ങളും ഭാര്യയും ഭർത്താവും മക്കളും ജനിക്കാൻ, ഉള്ളവരെ കൊണ്ട് നമുക്ക് സന്തോഷം കിട്ടാൻ, അതേപോലെയൊക്കെ നമുക്ക് കുടുംബ ദുരിതങ്ങൾ മാറി കിട്ടും. അപ്പൊ മക്കളുണ്ടാകാൻ തടസ്സം, ഭാര്യ മരിക്കുക, ഭർത്താവ് മരിക്കുക, കുടുംബത്തിൽ ദുർമരണം, അകാല മരണം, അപകട മരണമൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ പരിഹാരമായിട്ട് സുദർശന ഹോമം നടത്തി ദേവശാപം, ബ്രാഹ്മണ ശാപം, സർപ്പശാപം, പിതൃശാപം എല്ലാ ദോഷങ്ങളും നമുക്ക് ആവാഹിച്ചു മാറ്റാം. ആവാഹനക്രിയ ചെയ്ത് ദോഷത്തെ മാറ്റി ചെയ്ത ഈ ദോഷങ്ങള്, കുടുംബദോഷങ്ങള് സപ്തജന്മനി രോഗീസ്യ ദുഃഖഭാഗീജായത് 7 തലമുറയോളം രോഗികളോ ദുഃഖികളായിട്ടിരിക്കുക. ഈ 7 തലമുറ ഉള്ളത് 7 കൊല്ലം കൊണ്ടെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ അത് നിങ്ങളെ ജാതകം പരിശോധിച്ചു ഒക്കെ 7, 3, 6, 12 നിൽക്കുന്നവർക്ക്, സർപ്പം ഇതേപോലെ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നവർക്കൊക്കെയാണ് ദേവശാപം, ബ്രാഹ്മണ ശാപം, സർപ്പശാപവും പിതൃശാപവും. നിങ്ങൾ തന്നെ അതിന് മന്ത്രവാദികളായി സമയം കിട്ടുമ്പോഴൊക്കെ ജപങ്ങൾ തോർത്തണം, അമ്പലത്തിലൊക്കെ പോകണം, കുടുംബദേവനെയൊക്കെ പഠിക്കണം.
അപ്പം നമുക്ക് നല്ലത്. ടവറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നെറ്റ്വർക്ക് കിട്ടുന്നത് പോലെ നമ്മൾ അകന്നകന്ന് പോകും തോറും നമ്മളെ നെറ്റ്വർക്ക് പോകും. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിൽ നമുക്ക് കാൾ വരില്ല, മെസ്സേജ് വരില്ല, ഫേസ്ബുക്ക്, വാട്സപ്പ് ഒന്നും വരില്ല. അത് ഫോണിനെയോ ഫോണിൻ്റെ കമ്പനിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ആ ടവറിൻ്റെ അടുത്ത് ചെല്ലുമ്പം നെറ്റ്വർക്ക് ഓക്കെ ആകും, നല്ലതാണ്. ചില ആൾക്കാർ അകന്നകന്ന് പോയി അവർ പല ഔഷധ ചികിത്സ, ഓപ്പറേഷൻ, സകല ചെയ്താലും ഗുണം കിട്ടാത്തത് എന്താണ്? ഈശ്വരാനുഗ്രഹം ഇല്ലാത്തവർക്ക് ദുരിതം ഒരിക്കലും ഒഴിയൂല. അതുകൊണ്ട് ആശുപത്രിക്കാർ എന്നെ പറയും, ഞങ്ങൾ ഇയാളെല്ലാം ചെയ്തിട്ടുണ്ട്, ബാക്കി ഈശ്വരൻ്റെ കയ്യിൽ. അപ്പൊ ഈശ്വരൻ്റെ കയ്യിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഒരു വിനയും ഒരിക്കലും ബാധിക്കൂല, നല്ലത് വരികയുള്ളൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.